ഹലോ മാഡം. നിങ്ങൾ ഫാഷനറി അറിയാമോ? അയ്യോ, ഒന്നും അറിയില്ല. ഇത് മാറ്റി ഇത് മാറ്റാം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഗംഗ. ഇത് 2 ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പം ആദ്യം തന്നെ ഒരു സോറി പറയട്ടെ, കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഫുള്ള് തിരക്കുകളായിരുന്നു. അപ്പോൾ തിരക്കൊക്കെ ഒന്ന് മാറി ഒന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇത് 2 ദിവസത്തെ വ്ളോഗാണ്. വർക്കിംഗ് ഡേ ആണ് കേട്ടോ. എൻ്റെ മേക്കപ്പ് വർക്ക് ഉള്ള ദിവസത്തെ 2 ദിവസത്തെ വ്ളോഗാണ്. ഏതാണ്ട് ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും, 4 മണിക്ക് ഞാൻ എണീറ്റു. 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇതാ പാർലറിലോട്ട് വന്നു. കാരണം കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ മേക്കപ്പ് നടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തുറക്കേണ്ടിന്ന് വന്നിരുന്നില്ല. അബിക്കിന്ന് എന്താണ് ടച്ചപ്പ് ഉണ്ടായിരുന്നു. അപ്പം സാധനങ്ങളൊക്കെ എടുത്തു. വെളുപ്പിന് നമ്മൾ പൂജപ്പുരയോട്ട് പോവുകയാണ്. ട്രിവാൻഡ്രം പൂജപ്പുരയിൽ നമുക്കിന്നൊരു എൻഗേജ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ധന്യയും കണ്ണണ്ണനൊക്കെ ഇപ്പോൾ എത്തും. ഞാൻ സ്കൂട്ടിയിലാണ് വന്നത്. സ്കൂട്ടി ഇതാ താഴെ വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് സ്കൂട്ടി പിന്നീട് ആവശ്യമുണ്ട്. അല്ലാന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവരെ കൂടെ വന്നാൽ മതിയായിരുന്നു. അപ്പോൾ സ്കൂട്ടി എനിക്ക് ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നേരത്തെ രാവിലെ തന്നെ ഷോപ്പിൽ വന്നു സ്കൂട്ടി ഇവിടെ വെച്ചിട്ട് അങ്ങനെ ഞാനും ധന്യയും കണ്ണണ്ണനും കൂടി ആയിട്ടാണ് പോകുന്നത്. മിക്കപ്പോഴും വർക്കിന് ഞങ്ങൾ 3 പേരും കൂടെ ആണല്ലോ പോകുന്നത്. അപ്പം നല്ല തിരക്കുള്ള ദിവസമാണ് ഈ 2 ദിവസം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വ്ലോഗ് കാണുമ്പോഴത്തേക്ക് അറിയാം എത്രത്തോളം ഞാൻ ക്ലിയർ ആയിട്ട് എടുത്തു എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. അങ്ങനെ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ ചായയും കുടിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ചായ വേണമെന്ന് പറയുമോ, പാല് വാങ്ങിച്ചില്ലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ചായ കുടിച്ചു. കുറച്ച് ദൂരം പോയ ഒരു കടയിൽ നിന്ന് ചായ കുടിച്ചു. ചായയും വാഴയ്ക്കപ്പമാണ് കഴിച്ചത്. പക്ഷേ വാഴയ്ക്കപ്പം ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. ചൂട് വാഴയ്ക്കപ്പം, സാധാരണ ചൂട് വാഴയ്ക്കപ്പം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയല്ലേ ചെയ്യാനുള്ളത്. പക്ഷേ ഇതൊന്നും ഒരു രസവും ഇല്ലായിരുന്നു. അതിൽ ഒരു രുചി അറിയാൻ വേണ്ടിയിട്ടില്ലായിരുന്നു. മാവിനാണ് എന്തോ കുഴപ്പം പറ്റിയിരുന്നത്. വാഴയ്ക്കപ്പം സാധാരണ നല്ല ടേസ്റ്റ് വരാനുള്ളതാണ്. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. എന്തായാലും പോട്ടെ. അങ്ങനെ നമ്മൾ എൻഗേജ്മെൻറ്റ് കുട്ടിയുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ എത്തി. ജസ്റ്റ് ഒന്ന് വലങ്ങുന്നേ ഉള്ളൂ, കാരണം മാപ്പ് നോക്കിയിട്ട്. അപ്പം നമ്മളിതാ ഇവിടെ എത്തി വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ആളുടെ എൻഗേജ്മെൻ്റ് ആണ്. ആൾ ഒമാനിലാണ് വർക്ക് ചെയ്യുന്നത്. ഒമാനിലെ നഴ്സാണ് കേട്ടോ ആൾ. അപ്പോൾ ആൾ നമ്മൾ അവിടെ നിന്നാണ് കോൺടാക്റ്റ് ചെയ്യുന്നതും ബുക്ക് ചെയ്യുന്നതും കാര്യങ്ങളും എല്ലാം. ഇവിടെ നമുക്ക് 2 ടച്ചപ്പ് കൂടി ഉണ്ട്. അപ്പോൾ ഇതാണ് കോസ്റ്റ്യൂം. അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അയ്യോ, അത് പറഞ്ഞറിയിക്കാൻ വയ്യ. നല്ല നീറ്റായിട്ടായിരുന്നു കേട്ടോ വർക്ക് ചെയ്തിരുന്നത്. പിന്നെ ഇതാ ഈ ബാക്കിൽ ഇങ്ങനത്തെ ഹുക്ക് ടൈപ്പ് ആയിരുന്നു. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈമായിട്ടാണ് കാണുന്നത്. മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ചില ഇടങ്ങളിൽ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും ഇച്ചിരി എമൗണ്ട് ആണെങ്കിൽ അവർ വൃത്തിക്ക് ചെയ്തു തരും കേട്ടോ. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് മുതലായി അവർ വർക്ക് ചെയ്ത് തരും എന്നുള്ളതാണ് സത്യം. ആ കുട്ടിയുടെ ഡ്രസ്സ് നല്ല അടിപൊളിയായിട്ട് നീറ്റായിട്ട് അവർ സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലതെന്ന് പറയണമെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ പറയാറുണ്ട്. അതുപോലെ ഞാൻ ഇപ്പോഴും പറയുന്നു, നല്ലത് തന്നെ പറയുകയാണ്. അവർ ചെയ്ത വർക്ക് നല്ല നീറ്റായിട്ടാണ് ചെയ്ത് കൊടുത്തിരുന്നത്. ഈ മോളും പറഞ്ഞിരുന്ന ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത്, എൻ്റെ ഫേസ് ഷേപ്പിന് ചേരുന്ന രീതിയിലുള്ള ഒരു ഹെയർ സ്റ്റൈലും മേക്കപ്പും മതി ചേച്ചി. അങ്ങനെ പ്രത്യേകിച്ചൊരു ഇതൊന്നും ഇല്ല. പക്ഷെ അങ്ങനെ പറയണതാണ് വലിയ ഒരു കാര്യമാണ് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ റെഫറൻസ് പിക്കൊക്കെ അവർക്ക് മോഡലിൽ ചേരാത്ത രീതിയിലൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വേണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരുപക്ഷെ അവർക്കത് ചേരത്തില്ലായിരിക്കും. നമ്മൾ നിവർത്തികേട് കൊണ്ട് ചെയ്തും കൊടുക്കും. ഏറ്റവും അവസാനം കുറ്റം പറഞ്ഞത് നമുക്കായിരിക്കും കേട്ടോ. പക്ഷേ ചില വിഭാഗം ആൾക്കാരുണ്ട്, മോഡൽസൊന്നും ബാക്ക് പോർഷൻ ഓക്കെ നമുക്ക് പ്രോബ്ലം ഇല്ല, ഫ്രണ്ട് പോർഷൻ ഈ പറയും പോലെ ചേരത്തില്ലെങ്കിൽ നമുക്കത് ഭയങ്കര ഒരു നെഗറ്റീവായി പോവും. അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കും ഫ്രണ്ട് പോർഷൻ ചേരത്തില്ല. പക്ഷെ ചിലർ കട്ടായം കണക്ക് നിൽക്കും കേട്ടോ. 1-2 ബ്രൈഡ്സൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. 1-2 അല്ല, എൻ്റെ മൈൻഡിൽ ഒരേ ഒരു ബ്രൈഡ് അങ്ങനെ ഉണ്ടായിരുന്നു. ആളുടെ വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ആൾ ശരിക്കും നമ്മളെ കുഴപ്പിച്ച് കളഞ്ഞു കേട്ടോ. എനിക്കിങ്ങനെ മതി, എനിക്ക് ചേർന്നില്ലെങ്കിൽ ഇങ്ങനെ മതി എന്ന് പറയുന്ന രീതിയിലായിരുന്നു. സത്യം പറയാൻ നമുക്ക് ആ വർക്ക് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടപ്പെട്ടതും ഇല്ല. ഞാനത് പിന്നെ അവസാനം ഷോർട്സ് ആയിട്ട് പോലും ഇടാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ പോട്ടെ, നമ്മൾ അവിടുത്തെ വർക്കൊക്കെ കഴിഞ്ഞു. ആൾ ഹാപ്പി ആയിരുന്നു കേട്ടോ. ഞാൻ പറയാൻ മറന്നുപോയി, ആൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ നിന്ന് ഇറങ്ങി ഇനി എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി കയറി. അപ്പോൾ ഇനി നമുക്ക് പാർലറിൽ വെച്ചാണ് അടുത്ത വർക്കുള്ളത്.
ഇനി നമുക്ക് 2 റിസപ്ഷൻ മേക്കപ്പ് ഉണ്ട്. അതായത് പിറ്റേ ദിവസം കല്യാണത്തിനുള്ള 2 കുട്ടികളുടെ റിസപ്ഷൻ മേക്കപ്പ് ഉണ്ട്. ഞങ്ങൾ യഥാർത്ഥത്തിൽ വെഞ്ഞാറമൂട് സലൂണിൽ വെച്ച് വർക്ക് ചെയ്യിക്കാം എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ അവിടെ ഇന്ന് ഫുൾ ഡേ പവർ ഇല്ല എന്ന് പറഞ്ഞു, കറണ്ട് ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ കാരേറ്റ് ധന്യയുടെ ഷോപ്പിലോട്ട് മാറ്റി. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന കുറച്ച് അടികളൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, നമ്മളെല്ലാം സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്തു. ഇന്നിപ്പോൾ ഫുൾ വർക്ക് കഴിയുമ്പോഴത്തേക്കും ഞാൻ ആകെ ടയേർഡാവും കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തെ കോലമൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ നേരെ ഞാൻ പാർലറിലോട്ട് വന്നു. എൻ്റെ സലൂണിൻ്റെ അവിടെ താഴെ വണ്ടി വെച്ചേക്കാണല്ലോ. അപ്പോൾ എനിക്ക് ഈ സ്കൂട്ടി എടുക്കണം, കാരണം 1-2 കാര്യങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കണ്ണണ്ണനും തന്നെ അവിടെ നിന്ന് കാരേറ്റോട്ട് പോയി, അവരുടെ സലൂണിലോട്ട് പോയി. അപ്പോൾ ഞാൻ അതിൻ്റെ പിറകെ ാണ് വന്നത് കേട്ടോ. നല്ല സ്പീഡിന് വന്നു. അവരെത്തുന്നതിന് മുമ്പ് ഞാൻ കാര്യമായിട്ട് എത്തി കേട്ടോ. അങ്ങനെ നമ്മളെത്തി. 2 ബ്രൈഡ്സിന് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ സ്കൂട്ടി എടുക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് നമുക്കിനി വേറൊരിടത്ത് വർക്കിന് പോകണം. അതൊരു പക്ഷേ കാറിൽ പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ സ്കൂട്ടി അടുത്ത് വേണം. ആ സമയത്ത് എനിക്ക് പിന്നെ വെങ്ങാറും കൂടി ഇരിക്കുന്ന സ്കൂട്ടി എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ സ്കൂട്ടി എടുത്തുകൊണ്ട് ഞാനിവിടെ കാര്യമായിട്ട് ഷോപ്പിൽ കൊണ്ടുവന്ന് വെച്ചത്. ആ സമയമാകുമ്പോൾ നമുക്ക് പിന്നെ വെപ്രാളപ്പെടാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ 2 ബ്രൈഡ്സിന് വേണ്ടിയിട്ടുള്ള റിസപ്ഷൻ ലുക്കാണ്. പിറ്റേ ദിവസം കല്യാണത്തിനുള്ള 2 ബ്രൈഡ്സിനുള്ള റിസപ്ഷൻ ലുക്കാണ്. അപ്പം ധന്യയും ഞാനും കൂടി നിന്നാണ് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ രോഹിണിയും എത്തിയിട്ടുണ്ട്. അപ്പോൾ രോഹിണിയെ സത്യം പറഞ്ഞാൽ അന്ന് നമ്മൾ ഹെൽപ്പിന് വിചാരിച്ചിരുന്നതല്ല, പിറ്റേ ദിവസം ഹെൽപ്പിനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം ഹെൽപ്പിന് നമ്മൾ ഒട്ടും മൈൻഡിൽ വിചാരിച്ചിരുന്നില്ല. പക്ഷേ രോഹിണി വന്നത് വളരെ ഉപകാരമായി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ചില കാര്യങ്ങൾ നമുക്ക് തടസ്സങ്ങളായിട്ട് ഉണ്ട് എങ്കിലും അത് എങ്ങനെയൊക്കെയോ ഹാൻഡിൽ ചെയ്ത് നമ്മളങ്ങ് എത്തും കേട്ടോ. കാവ്യയ്ക്കും ലക്ഷ്മിക്കും ആയിരുന്നു നമുക്ക് മേക്കപ്പ് ഉണ്ടായിരുന്നത്. അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവർ പിന്നീട് ഫീഡ്ബാക്ക് അറിയിച്ചപ്പോൾ സത്യം പറയാലോ മനസ്സങ്ങ് നിറഞ്ഞു വേണം പറയാൻ. അത്രയും നല്ലൊരു അഭിപ്രായം നമുക്ക്, നമ്മൾ പേയ്മെൻറ്റ് എന്നുള്ളതിനേക്കാളും നമ്മുടെ മനസ്സിനകത്ത് വരുന്ന ഒരു കാര്യം അവർ സാറ്റിസ്ഫാക്ഷനായിട്ട് പോകണം എന്നാണ് കേട്ടോ. അങ്ങനെ ആ വർക്കെല്ലാം കഴിഞ്ഞ് ഹാപ്പി ആയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങളെന്ന് പറയാൻ പറ്റില്ല, ഞാൻ ആദ്യം അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ രണ്ടാമതാണ് ഇറങ്ങിയത്, ധന്യ ആദ്യമാണ് ഇറങ്ങിയത്. ഒരു 15-20 മിനിറ്റിൻ്റെ വ്യത്യാസത്തിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. അതിന് ധന്യ അവിടെ കിടന്ന് എന്നെ നല്ല രീതിയിൽ വഴക്ക് പറയുന്നുണ്ടായിരുന്നു, ഒരുമിച്ച് ഇറങ്ങിയാൽ പോരായിരുന്നാണ്. പക്ഷേ ഞാൻ പറഞ്ഞു, ഇല്ല നീ പോ, ഞാൻ പിറകെ വരാമെന്ന് പറഞ്ഞു. കാരണം ഞാൻ ഈ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ടൈം എടുക്കും. അതുകൊണ്ട് ഞാൻ ധന്യയുടെ അടുത്ത് പറയും, നിങ്ങൾ രണ്ടുപേരും കൂടെ കാറിലങ്ങ് പൊയ്ക്കോ, ഞാൻ പിറകെ വന്നോളാന്ന്. പക്ഷെ അതൊരു കണക്കിന് നന്നായി. കാരണം അവർ ഈ കാറിൽ പോകുമ്പോഴത്തേക്കും ബ്ലോക്കും ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്പീഡിനൊന്നും ആയിരിക്കില്ല പോകുന്നത്. പക്ഷേ സ്കൂട്ടി ആണെന്നുണ്ടെങ്കിൽ ബ്ലോക്കൊന്നും ഒരു പ്രശ്നമേ അല്ല കേട്ടോ, പ്രത്യേകിച്ച് എനിക്ക്. അതുകൊണ്ടാണ് നമ്മൾ 2 ടൈമിൽ ഇറങ്ങിയത്. പിന്നെ ഞാൻ ഇറങ്ങിയ സമയത്താണ് ധന്യ ഇറങ്ങിയതെന്നുണ്ടെങ്കിൽ, ധന്യയും ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഇറങ്ങിയെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പക്ഷേ ലേറ്റായി പോയേനെ. കാരണം അരമണിക്കൂറിൻ്റെയൊക്കെ വ്യത്യാസം പിന്നെ വന്നേനെ കേട്ടോ. ഇത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, അതായത് ഞങ്ങളുടെ ഒരു ഫ്രണ്ടുണ്ട് എൻ്റെ ചേട്ടൻ്റെ. അപ്പോൾ റാവുഹാക്കയുടെ ചേട്ടൻ്റെ മോളുടെ കല്യാണമായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ബുക്കിംഗ് ആയതാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ വളരെ ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം ബുക്കിംഗ് ആയതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഷെഡ്യൂൾ കറക്റ്റായിരുന്നു. പെട്ടെന്ന് വന്നൊരു വർക്കായിരുന്നു. അപ്പം നമുക്കൊരിക്കലും ഒരു നോ എന്ന് പറയാൻ പറ്റാത്തൊരു വർക്ക് കൂടിയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു റിസ്ക് ഏറ്റെടുത്ത് തന്നെ നമ്മൾ ആ വർക്ക് ചെയ്തത്. റിസ്ക് എന്ന് പറയാൻ ലൈഫ് ഫുള്ള് റിസ്ക് ആണല്ലോ. റിസ്ക് ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. നമ്മൾ കുറച്ച് റിസ്ക് എടുത്താലേ നമുക്ക് സക്സസ് ആവാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം. എനിക്കതൊരു തിരിച്ചറിവ് കൂടിയാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഒരു കണക്കിന് എന്തായാലും നന്നായി ഞാനും തന്നെ സെപ്പറേറ്റ് വന്നത്. കാരണം സെപ്പറേറ്റ് വണ്ടിയിൽ വന്നത്. കാരണം എനിക്ക് ഇവിടുന്ന് പൂവ് എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസത്തെ 3 ബ്രൈഡ്സിനും പൂവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് പൂവ് കിട്ടും കേട്ടോ. ഒന്നാമത്തെ കാര്യം ഫ്രഷ് പൂവ് കിട്ടും. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന പൂവൊന്നും ആയിരിക്കും എടുത്ത് തരണത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള പൂവാണ് കിട്ടുന്നത്. അവിടെ ഞാൻ മിക്കപ്പോഴും ഇവിടെ നിന്നാണ് പറയുന്നതും കേട്ടോ. അപ്പോൾ പൂവ് എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കാറിൽ വന്നിരുന്നെങ്കിൽ എനിക്ക് നല്ല പണിയായി പോയേനെ. ഞാൻ പിന്നെ കാരേറ്റ് പോയിട്ട് പിന്നെ അവിടെ നിന്ന് സമയം ഒരുപാട് നഷ്ടമായി പോയേനെ. അതുകൊണ്ട് ഞാൻ സ്കൂട്ടിയിൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പാർലറിലോട്ട് നേരെ ഇവിടെയോട്ടാണ് വന്നത്, പൂക്കടയിലോട്ട്. അപ്പം ജിപ്സിയൊക്കെ ഞാൻ വിചാരിച്ചതിനേക്കാൾ നല്ല രീതിയിൽ ഫ്രഷ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പൂ കൊണ്ടുപോയി വീട്ടിലൊക്കെ വെച്ചതിന് ശേഷം അങ്ങ് വീട്ടിനകത്തോട്ട് കയറിയില്ല. മോനോട്ട് എന്നെ കാണുമ്പോഴത്തേക്കും കരയും. അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ പിന്നെ നേരെ ഗാരയായിട്ട് ധന്യയുടെ പാർലറിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്. അപ്പോൾ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് ചായയും കുടിച്ച് ധന്യയ്ക്ക് എന്തെങ്കിലും സ്നാക്സും കൂടെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നപ്പോഴത്തേക്കും
ധന്യ ആ ഷോപ്പിലുണ്ടായിരുന്നു, ചായക്കടയിലുണ്ടായിരുന്നു. പിന്നെ പ്ലാൻ മാറ്റി പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം സ്നാക്സ് വാങ്ങിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ലാത്തത് കൊണ്ട് പിന്നെ ഷാർജ കഴിച്ചിട്ട് കുറേ നാളായതുകൊണ്ട് ഷാർജയൊന്നുമല്ല കിട്ടിയത്, ഇതിൻ്റെ പേര് ഫലൂഡേ അങ്ങനെ എന്തോ ആണ് കേട്ടോ. പക്ഷേ എനിക്ക് സേമിയ കിടക്കണോണ്ട് ഇഷ്ടമല്ല. പക്ഷെ ഒരെണ്ണം കഴിച്ചാൽ മതി, വയറ് വീക്കും എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ അത് ഓർഡർ ചെയ്തു. ധന്യ എന്ത് ഓർഡർ ചെയ്തത്? കട്ട്ലേറ്റ് ഓർഡർ ചെയ്തു, പക്ഷെ കിട്ടിയത് സമോസയായിരുന്നു. അയ്യോ അതൊന്നും പറയണ്ട. അവസാനം ഞാൻ സമോസ ഒരു ശകലം കഴിച്ചിട്ട് ഞാൻ പിന്നെ കൊണ്ടൊന്ന് കളയണം ചെയ്തത്. കാരണം കട്ട്ലേറ്റ് ആണെങ്കിൽ കഴിക്കും, കട്ട്ലേറ്റ് നല്ല ടേസ്റ്റാണ്. അവൾ ജ്യൂസാണ് പറയുന്നത് തോന്നുന്നു, അവൾക്ക് തണുപ്പ് കഴിക്കാൻ പറ്റത്തില്ല, ഐസ്ക്രീം കഴിച്ചുകൂടാ. അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. പക്ഷേ ഒരെണ്ണം കഴിച്ചപ്പോൾ സത്യം വയറ് വീത്ത്. പിന്നെ എനിക്ക് പകുതിയൊക്കെ എത്തിയപ്പോഴത്തേക്കും കഴിക്കാനേ പറ്റിയിരുന്നില്ല. ധന്യയുടെ അടുത്തോട്ട് വന്നത് കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വന്നത്. അങ്ങനെ പിറ്റേ ദിവസത്തെ വർക്കിന് വേണ്ടിയിട്ട് പൊന്നുമാണ് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടിട്ട് വന്നിരുന്നത്. അപ്പോൾ ഹെവി വർക്കുള്ള ദിവസം പൊന്നു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരാറുണ്ട് കേട്ടോ. അപ്പോൾ അന്നേ ദിവസമൊക്കെ വന്നു നമ്മൾ കിടന്നുറങ്ങി. എനിക്ക് പിന്നെ വീഡിയോസൊന്നും എടുക്കാനേ വയ്യായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ 2 മണിക്ക് എണീറ്റു. പൊന്നു 2:15, ഞാൻ 2 മണിക്ക് എണീറ്റു. പൂവ് ഫ്രിഡ്ജിൽ ഇരുന്ന പൂവ് ധന്യയുടെ അടുത്തോട്ട്, ധന്യയ്ക്ക് വേറെ വർക്കുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ധന്യയുടെ അടുത്തോട്ട് കൊണ്ട് കൊടുക്കണം. അത് ഞാൻ കൊണ്ട് കൊടുക്കണ്ട, ധന്യ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് രോഹിണി വരുന്നുണ്ട്. അപ്പോൾ രോഹിണിയുടെ കയ്യിൽ കൊടുത്താൽ മതി കേട്ടോ. പുത്ര ഉറങ്ങണം ചെല്ല്. ആ നല്ല ഡ്രസ്സൊക്കെ ആണല്ലോ, പുതിയതാടി. പുതിയതൊന്നും അല്ലല്ലോ, അതെവിടെ ഇപ്പുറത്ത് വെച്ചിരിക്കണ? നീ എൻ്റെ കൊച്ചിനെ ഉണർത്തും. ടാറ്റാ. എടി വീഡിയോസ് എടുക്കണേ എടിയോ, മറക്കല്ലേ. നീ തൊപ്പിയെങ്കിലും വെക്കാത്തത്? തൊപ്പി സമയം 3 മണി ആയിട്ടുണ്ട്. 2 മണിക്ക് എണീറ്റു. അപ്പോൾ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞു. ഞാൻ റെഡിയും ആയിട്ടുണ്ട് കേട്ടോ. കുറേ സാധനങ്ങൾ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഇന്ന് പിന്നെ ചെവിയിൽ ചെമ്പരത്തിപ്പൂ വയ്ക്കുമോ താമരപ്പൂ വയ്ക്കുമോ എന്നൊന്നും അറിയാൻ വയ്യ, ഫുള്ള് തിരക്കാണ് കേട്ടോ. ധന്യയുടെ ഭാഗത്തുനിന്ന് തിരക്ക്, ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് തിരക്ക്. അപ്പോൾ ഹെൽപ്പ് ചെയ്യാനൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആളെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം നമ്മളൊരു ടൈം ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ച് കേട്ടോ. ഭാഗ്യം പോലെ പറയാലോ, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ട്രാഫിക് ബ്ലോക്കോ അല്ലെങ്കിൽ എന്താണോ ഒന്നും നമ്മളെ വലുതായിട്ട് പ്രശ്നത്തിലോട്ടാക്കിയിരുന്നില്ല കേട്ടോ. അപ്പോൾ രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ട് വേണം പോകാൻ. ഞാനും പൊന്നും കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിച്ചിട്ട് പോകണം, എന്തെങ്കിലും ഒരു ദോശയായാലും വേണ്ടൂല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുന്നത്. കഴിക്കണം എന്ന്, കാരണം ഇന്ന് നമ്മൾ ഫുഡ് കഴിക്കുന്നത് മിക്കവാറും 11:30-12 മണി. ഞാൻ പിന്നെയും ഫുഡൊക്കെ കഴിക്കാതെയും പിടിച്ച് നിൽക്കും, പക്ഷേ പൊന്നിനെ കൊണ്ട് ഒട്ടും പറ്റത്തില്ല. ഫുഡ് കഴിച്ചാലേ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ ഫുഡ് നോക്കി ചെന്നതാണ്, പക്ഷെ എങ്ങും ഉണ്ടായിരുന്നില്ല. സ്നാക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ധന്യയെ വിളിച്ച് പറയും, നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നിൽക്കണേ, ടയേർഡ് ആവല്ലേ എന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ഫുഡ് കഴിച്ചെന്ന് പിന്നീടാണ് എന്നെ വിളിച്ച് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾക്ക് മാത്രം ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചായയും മോദകവും അങ്ങനെ എന്തോ ആണ് കഴിച്ചത്. മോദകമല്ല, മുന്തിരിക്കൊത്ത്, പക്ഷെ നല്ല മുന്തിരിക്കൊത്തായിരുന്നു കേട്ടോ. അങ്ങനെ കഴിച്ചു. നേരെ പാർലറിലോട്ട് വന്നു. അപ്പോൾ ബ്രൈഡ് എത്തിയിട്ടില്ല, ബ്രൈഡ് എത്താൻ കുറച്ചും കൂടി ടൈം എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ബ്രൈഡിൻ്റെ അടുത്ത് ആദ്യം 4 മണി സമയമാണ് പറഞ്ഞിരുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായി 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ 4 മണിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 4:30 എത്തത്തുള്ളൂ എന്ന്. അതുകൊണ്ട് നമ്മളൊരു 3:30 വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3:30 വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിന് പോകാമെന്ന് പറഞ്ഞു. ലക്ഷ്മി എൻ്റെ ഒരു നാട്ടുകാരിയും കൂടിയാണ്. ലക്ഷ്മി ആയിരുന്നു ബ്രൈഡ് കേട്ടോ. ഞാൻ എൻ്റെ നാട്ടിൽ വർക്ക് ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ്. കാരണം 1-2 വർക്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയണില്ല, എൻ്റെ നാട്ടിൽ ഞാൻ വർക്ക് ചെയ്യത്തില്ല എന്ന് പറഞ്ഞിരുന്നതാണ്. പിന്നീട് ഓരോരുത്തരും കോൺടാക്റ്റ് ചെയ്യുമ്പോഴാണ് പിന്നെ ഓക്കെ ശരി പോട്ടെ എന്ന് വിചാരിച്ച് കളഞ്ഞ് നമ്മൾ വർക്ക് എടുക്കുന്നത് കേട്ടോ. കാരണം ലക്ഷ്മി വരെ പറഞ്ഞാൽ ചേച്ചി അതൊന്നും മൈൻഡ് ചെയ്യേ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മിയൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലവർ വയ്ക്കുമല്ലോ, ഫ്ലവർ ഒരു റീസൺ ഞാൻ പറയാമല്ലോ, ഫ്ലവർ നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് നമ്മൾ നിന്ന് ചെയ്ത് എടുക്കും, എല്ലാം ചെയ്യും. അവരുടെ ഇഷ്ടത്തിനൊക്കെ ആയിരിക്കും ചെയ്യുന്നത് കേട്ടോ. ലാസ്റ്റ് നമുക്കായിരിക്കും പഴി കിട്ടണത്. എനിക്ക് പഴി കിട്ടിയിട്ടുമുണ്ട്. ജിപ്സം ഫ്ലവർ വെച്ചിട്ട് കാട്ടുപൂവാണ് അല്ലെങ്കിൽ അവർ പറയുന്ന രീതിയിൽ ചെയ്ത് കൊടുത്തിട്ട് അവർക്ക് ചേരാത്ത ഹെയർ സ്റ്റൈലിൽ നിന്ന് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ പറയുന്നതായിരിക്കും, പക്ഷേ അവർക്ക് അതുപോലെ മതി എന്നവർ പറയുമ്പോഴും നമ്മൾ ആ രീതിയിലല്ലേ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ പറയായിരുന്നില്ല, ഇതിന് മുമ്പ് ഞാൻ പറയായിരുന്നില്ല, തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അവസാനം നമുക്ക് പഴി കേൾക്കുന്നത്, ഇല്ല മക്കളെ നിങ്ങൾക്കിത് ചേരത്തില്ല എന്ന് പറഞ്ഞാലും ചില പെൺകുട്ടികൾ അത് കേൾക്കത്തില്ല.
അങ്ങനെ അവസാനം നമുക്ക് പഴി കേട്ടിട്ടുണ്ട്. പേയ്മെൻറ്റിൽ വരെ സത്യം പറയാലോ നമ്മൾ ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവസാനം നല്ല രീതിയിൽ തേച്ചൊട്ടിച്ചിട്ട് പോകാറുണ്ട് കേട്ടോ. നമ്മൾ ആ എമൗണ്ടിനൊന്നും ആരും ചെയ്തു കൊടുക്കത്തില്ല. പക്ഷെ നമ്മളെന്തെന്ന് വിചാരിക്കുക, അയ്യോ ഒരേ നാട്ടുകാരല്ലേ, നമ്മൾ കുറച്ചൊക്കെ കൺസിഡറേഷൻ ചെയ്യണ്ടേ എന്നൊക്കെ വിചാരിച്ച് ചെയ്തു കൊടുക്കുക. ഏറ്റവും അവസാനം നല്ല വഴി കിട്ടും. ഇപ്പം എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ആരെന്ത് പറയാലും എനിക്ക് നെവർ മൈൻഡ് എന്നുള്ളതാണ്. അവരെന്തോ പറഞ്ഞുകൊണ്ട് പോട്ടെ, നമ്മളെ മനസ്സിന്, എൻ്റെ മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ, അതാണ് ഞാനിപ്പോൾ കണക്കാക്കുന്നത് കേട്ടോ. അപ്പോൾ ലക്ഷ്മി ഇങ്ങനെ പറയുമായിരുന്നു, അങ്ങനെ തന്നെ ചേച്ചി, അങ്ങനെ ആ രീതിയിൽ അങ്ങ് കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ. ലക്ഷ്മി മാത്രമല്ല, ലക്ഷ്മിയുടെ ചേച്ചിയും. അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞു. അടുത്ത വർക്കിലോട്ട് നമ്മൾ വന്നു. അപ്പോൾ ഇവിടെ ധന്യ കൂടെ എത്തിയിട്ടുണ്ടായിരുന്നു. ധന്യയുടെ വർക്ക് കഴിഞ്ഞിട്ട് നേരെ ധന്യ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാനും ഇവിടെ എത്തി. ചിലർ നമ്മുടെ മൈൻഡിനെ ഭയങ്കരമായിട്ട് അങ്ങ് ടച്ച് ചെയ്യും കേട്ടോ. അതെന്ന് പറയുന്നത് എന്താണ്, അത് ചില ബ്രൈഡ്സ് നമുക്ക് തോന്നൂല, ഓ അവർ ബ്രൈഡ്സാണ്, അല്ലെങ്കിൽ എന്താണ് അവരൊരു കസ്റ്റമറാണ് എന്ന് നമുക്ക് തോന്നത്തില്ല. ഒരു സിസ്റ്ററിനെ പോലെയൊക്കെ ആയിരിക്കും നമുക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെ കുറച്ച് ഇന്നത്തെ ദിവസം എനിക്ക് 1-2 സിസ്റ്റേഴ്സിനെ അങ്ങനെ കിട്ടിയ കണക്കാണ് തോന്നിയത് കേട്ടോ. ഒന്ന് ഈ പറയുമ്പോൾ ലക്ഷ്മി ആണെങ്കിലും, പിന്നെ ഈ മോളുടെ പേര് ഞാൻ മറന്നുപോയി, പക്ഷേ എനിക്ക് മോളുമായിട്ട് ഭയങ്കര പാവം ഒരു കൊച്ചായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഒരു അഭിപ്രായമില്ല. സാധാരണ 10-26 വയസ്സ് അല്ലെങ്കിൽ 24 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ എന്താണ് സ്വന്തമായിട്ട് അധികം അഭിപ്രായമുള്ള ആൾക്കാരായിരിക്കും കേട്ടോ. പക്ഷേ ഈ മോൾക്ക് ഒരു അഭിപ്രായമില്ല. ചേച്ചി എന്തെന്ന് പഞ്ചപാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചപാവം. അപ്പോൾ ഇങ്ങനെയുള്ള പിള്ളേരെയൊക്കെ ഇപ്പോൾ കിട്ടാൻ വലിയ പാടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആരെയും നെഗറ്റീവായിട്ട് പറയുന്നതല്ല, പക്ഷേ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു പോയതാണ്. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അറിയാം, നമുക്ക് ഓരോരുത്തരും തരുന്ന എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഇവിടെ 3 ദിവസത്തെ മേക്കപ്പായിരുന്നു കേട്ടോ. മുസ്ലിം ബ്രൈഡായിരുന്നു. ആ ഫാമിലിയുള്ള എല്ലാവരും ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരായിരുന്നു കേട്ടോ. ഭയങ്കര സ്നേഹമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നന്നായിട്ട് കെയർ ചെയ്യും, പ്രൊട്ടക്റ്റ് ചെയ്യും ഒക്കെ ചെയ്യുന്ന ഒരാൾക്കാരായിരുന്നു. നമ്മൾ അവിടുന്ന് ടാറ്റയൊക്കെ പറഞ്ഞു വന്നപ്പോഴും സത്യം പറയാലോ, ബ്രൈഡുമായിട്ട് ഹഗ് ചെയ്തിട്ടാണ് നമ്മൾ വന്നത് കേട്ടോ. ചില ബ്രൈഡ്സിനെയൊക്കെ നമുക്ക് അത്രയും നമ്മൾ മൈൻഡിൽ, ഞാൻ പറയുമല്ലോ, അത്രയും ആൾക്കാരെയൊക്കെ നമുക്ക് മൈൻഡിൽ തട്ടണോണ്ടാണ്. ഇപ്പോൾ ഈ ബ്രൈഡിനെയൊക്കെ നമ്മൾ, എനിക്ക് തോന്നുന്നു 4 ദിവസം ഞാൻ ചേർത്തുകൊണ്ട് കാണുകയാണ് കേട്ടോ. അല്ലാതെ ഒരു കോണ്ടാക്റ്റും എനിക്ക് ഈ ബ്രൈഡുമായിട്ടില്ല. പക്ഷെ 4 ദിവസമായിട്ട് ആളെ കോണ്ടാക്റ്റ് ചെയ്യുക, ആളെ കാണുന്നുണ്ട്. ഒരു ദിവസം ഫുൾ ഡേ എൻ്റെ അടുത്തായിരുന്നു. അപ്പം മൈൻഡ് ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ. ഇനി നേരെ നമുക്ക് പാർലറിലോട്ട് പോകണം. പാർലറിലോട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പാർലറിലോട്ടാണ് പോയത്, ധന്യയുടെ പാർലറിലോട്ടാണ് പോയത്. നമുക്ക് 2 സാരി ചേഞ്ചും കൂടി ഉണ്ട്. അപ്പോൾ രാവിലെ ഒരു കൊറിയർ വന്നു. അപ്പോൾ കൊറിയർ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. രാവിലെ ലക്ഷ്മി എന്ന് പറഞ്ഞൊരു ബ്രൈഡ് ഉണ്ടായിരുന്നല്ലോ, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നാട്ടുകാരി എന്ന്. അപ്പോൾ ആ മോൾക്ക് സെക്കൻഡ് സാരി ചേഞ്ചിങ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ സാരിയെ കൊടുത്തതിന് ശേഷം ബ്രൈഡ് ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് എല്ലാവരും പറയും, ഫുഡ് കഴിച്ചിട്ട് വാ, എന്തായാലും ടൈം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. നല്ല സദ്യയായിരുന്നു. സദ്യയൊക്കെ കഴിച്ചിട്ട് കുറച്ചധികം നാളുകളായി എന്ന് വേണം പറയാൻ. കാരണം എവിടെയെങ്കിലും വർക്കിന് പോയാലും വർക്ക് ചെയ്യുന്നു, ഇറങ്ങി പോകുന്നു എന്നല്ലാതെ പിന്നെ ഇതേപോലെ കിടന്ന് എന്താണ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ആൾക്കാർ വിളിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറുന്നത്. അല്ലെങ്കിൽ നോർമലി വർക്ക് കഴിയുന്നു, ഇറങ്ങുന്നു. അങ്ങനെ 3rd സാരി ചേഞ്ചിങ്ങും കഴിഞ്ഞ് ഇനി ഈ ആളുടെ റിസപ്ഷൻ മേക്ക് ഓവർ നമ്മളെയാണ് കേട്ടോ ഏൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഇനി ചെറുക്കൻ്റെ വീട്ടിലോട്ട് പോകണം. പോയ വഴിക്ക് ഗൂഗിൾ അമ്മച്ചിയൊക്കെ നന്നായിട്ട് തേച്ച് കേട്ടോ. പിന്നെ ഗൂഗിൾ അമ്മച്ചിയെ നന്നായിട്ട് ചീത്തയൊക്കെ പറയും. നമ്മൾ അവസാനം ബ്രൈഡിൻ്റെ വീട്ടിലെത്തി, അതായത് ഗ്രൂമിൻ്റെ വീട്ടിലെത്തി. അങ്ങനെ ഇവിടെ ഇനി അടുത്തൊരു ലുക്കാണ്. ഇവിടെ സാരിയാണ് കേട്ടോ, റിസപ്ഷന് സാരിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനൊരു സിമ്പിളായിട്ടൊരു മേക്ക് ഓവർ. കാരണം 2 ദിവസം ഉറക്കമില്ലാത്തുള്ള ഒരു ഓട്ടോ ആയിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും തളരുമല്ലോ, തളർന്നു കേട്ടോ. അപ്പോൾ പിന്നീട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ചാറ്റാ.